ഡോക്ടർ ഫസൽ ഗഫൂർ, നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. എങ്കിൽ പോലും താങ്കളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഞാൻ ഇടവേളയിലേക്ക് പോകാം. നേരത്തെ അന്ധമായി കോൺഗ്രസ് പോകട്ടെ, ഒറ്റക്കക്ഷിയാകട്ടെ, അങ്ങനെ രാഷ്ട്രപതി കോൺഗ്രസിനെ ക്ഷണിക്കട്ടെ എന്ന നിലപാടാണ് അന്ധമായി ലീഗ് സ്വീകരിച്ചതെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രം പോയാൽ പോരാ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പോകണം എന്നുള്ള ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു. അത് നേരത്തെ ശ്രീ കാസിമിരിക്കൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വയം കൃതാനർത്ഥത്തിന്റെ ശമ്പളമായി കാണാമോ? അല്ല, ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഈ UDF നിൽക്കുന്നിടത്തോളം കാലം അതിനനുസരിച്ച് കൊടുക്കണ്ട അവിടെ നിന്ന് അതിന് LDF പോകാനുള്ള റൂട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഏറെക്കാലം ശ്രീ ജയരാജനും കൂട്ടർ റൂട്ട് അടച്ചു വെച്ചിരിക്കുന്നു, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോഴാണ് അവർ മാറ്റിയിരിക്കുക. കുറച്ചു കാലമായിട്ട് ഇങ്ങനത്തെ വർഗീയ കക്ഷികളായിട്ട് കൂട്ടുകൂടണ്ട എന്ന് നായനാറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അങ്ങനെയാണല്ലോ അഖിലേന്ത്യാ ലീഗിനെ പുറത്താക്കിയത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായം കേരളത്തിൽ അസ്വസ്ഥരാണ്. അവർ അസ്വസ്ഥരാകുന്നതിന് കാരണം എന്താണെന്ന് കൂടെ ഞാൻ പറയാം. അപ്പൊ അടിക്കടി അവർ നോക്കുമ്പോൾ ഓരോരോ ഇഷ്യൂ വടക്കേ ഇന്ത്യയിൽ ഇവിടെ വിഷയം ഉണ്ടായിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ ഓരോരോ വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ വിഷയങ്ങളൊക്കെ എടുത്തിടുമ്പോൾ അത് വേണ്ട രീതിയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അത് തോന്നൽ വരികയും അതിനെക്കാട്ടും അപ്പുറത്തേറ്റ് ശ്രീ ജയരാജൻ നേരത്തെ അടച്ച വാതിലിന് പകരം ഇപ്പൊ വലിയൊരു പാലം അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ്. ആ പാലത്തിലൂടെ ഞാൻ നോക്കുമ്പോൾ സുന്നി മുജാഹിദും ഒക്കെ അങ്ങോട്ട് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ സമയത്ത് എങ്ങനെ ഇത് വരും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ മുസ്ലിം സമുദായം പൊതുവെ അസ്വസ്ഥരാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മുസ്ലിം സമുദായത്തിന് വേണ്ടതായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ലോകസഭയിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ കിട്ടിയിട്ടില്ല. അതിപ്പോൾ ഇത്തവണ ലോകസഭയിൽ കിട്ടാനുള്ള കാരണം LDF നമ്മുടെ റഹീമിനെയും കരീം സാഹിബിനെയൊക്കെ അവർ അങ്ങോട്ട് വിട്ടു, രാജ്യസഭയിലോട്ട്. അത് ആരിഫ് ലോകസഭയിലുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രാതിനിധ്യം അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് മറ്റു വശത്ത് നമ്മൾ നോക്കുമ്പോൾ, ഞാൻ സമുദായങ്ങളുടെ പേരെടുത്ത് വെറുതെ തല്ലുപിടിക്കാനും ഞാൻ പോകുന്നില്ല, മറ്റു സമുദായങ്ങളോട് വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന സമുദായങ്ങൾക്ക് അല്ല, അത് തുറന്നു പറയുന്നതിന് എന്താ തടസ്സം ഡോക്ടർ ഫസൽ ഗഫൂർ? ക്രിസ്ത്യൻ സമുദായത്തിന് കേരള കോൺഗ്രസിൽ കിട്ടുന്ന പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗിലൂടെ കിട്ടുന്നില്ല. അല്ല, മുസ്ലിം ലീഗിലൂടെ കിട്ടില്ല, ആരിലൂടെങ്കിലും കിട്ടാലോ. ഇനി കോൺഗ്രസിലൂടെ കിട്ടാലോ ആണെങ്കിൽ. കോൺഗ്രസിലൂടെ കിട്ടിയിട്ടില്ല, മുസ്ലിം ലീഗിലൂടെ മാത്രം കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പ്രത്യേകിച്ച് തെക്ക് കേരളയിലുള്ള മുസ്ലിമുകളും കമ്മ്യൂണിസ്റ്റ് മുസ്ലിമുകളോടൊന്നും എല്ലാവരും മുസ്ലിം ലീഗുകാരല്ലല്ലോ. പക്ഷെ മൊത്തം അങ്ങനെയൊക്കെ സമുദായത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു തമാശയും കൂടെ പറയാം. ഏതായാലും നമ്മുടെ ശ്രീ ജയരാജൻ നമ്മുടെ നികേഷ് ബാഫയ്ക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇന്ന് TG മോഹൻദാസ്, അതായത് അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞത്, TG മോഹൻദാസ് എന്ന് വെച്ചാൽ RSSന്റെ ആചാര്യന്മാരിൽ പെട്ട ഒരാൾ. അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ലീഗിന് വേണ്ട പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല, ലീഗിന് 3 ലോകസഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റുമാണ് അവർക്ക് അർഹതപ്പെട്ടത്. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ തോന്നൽ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്, ലീഗിന് വേണ്ട രീതിയിൽ കിട്ടില്ല. ഇനി ലീഗ് അത് കുഴക്കാതിരുന്നത്, ലീഗ് എങ്ങനെ കുഴക്കാന്ന് പറഞ്ഞുതരാം. ഇതിനൊരു വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ല 5ാം മന്ത്രിമാര് വലിച്ചു നീട്ടി അതിനൊരു വർഗീയവൽക്കരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്. ഒന്നല്ലെങ്കിൽ അത് 3 കൊടുക്കുക, അല്ലെങ്കിൽ പറയാല്ലേ ഞങ്ങൾ സംതൃപ്തരാണ്, ഒന്നല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കും, വേറിട്ട് മത്സരിക്കും, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാസിമിരിക്കൂർ തൊട്ടിട്ട് ഇനി വരാൻ പോണ ജേക്കബ് ജോർജ് ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അവര് എത്ര കാലം ഇവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും? അവര് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ 19 MP മനസ്സിലായില്ല. ഞാൻ ആ കണക്കുകളൊക്കെ എടുത്ത് നോക്കിയപ്പോ മുസ്ലിം സമുദായത്തിൽ നിന്ന് 1 MP ആരും ഇല്ല അതിൽ. അല്ല, സാധാരണഗതിയിൽ അതാണല്ലോ സംഭവിക്കാറുള്ളത്. അതുകൊണ്ടാണല്ലോ ലീഗിന് ആ നിലയിലുള്ള പരാതി. അതായത് കോൺഗ്രസ് ക്രിസ്ത്യൻ പ്രാതിനിധ്യം കൊടുക്കും, പക്ഷെ മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കില്ല ലീഗിന്റെ പേര് പറഞ്ഞ്. എന്നാൽ കേരള കോൺഗ്രസിന് കൊടുക്കേണ്ട സീറ്റുകൾ ക്രിസ്ത്യൻ പ്രാതിനിധ്യത്തിലൂടെ വേറെ കൊടുക്കുമ്പോൾ തന്നെ കോൺഗ്രസിൽ തന്നെ ഈ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉണ്ടാകും എന്നൊക്കെയാണ് ലീഗിന്റെ പരാതി. അതൊന്നും നമ്മൾ മതം തിരിച്ചു പറയുകയല്ല, പക്ഷേ തിരിച്ചു പറയുന്നില്ല. അതല്ല, 50% പേര് കേരളത്തിൽ രാഷ്ട്രീയമായിട്ടാണ് വോട്ട് ചെയ്യണം, 50% പേര് സ്വത്ത് രാഷ്ട്രീയ പ്രകാരമാണ് വോട്ട് ചെയ്യണം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലെ ഇപ്പൊ ചർച്ചയില്ലല്ലോ, ലീഗിനെ പറ്റിയും കേരള കോൺഗ്രസിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ട. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ പരാതി കൂടെ അവർ പറയുന്നത് വെച്ചാൽ ഇപ്പൊ തന്നെ ഏറ്റവും അധികം MP തന്നെ ഉള്ളത് നായർ സമുദായത്തിൽ നിന്നാണ് അവർ ലീഗ് എന്നുള്ളത്. അതേസമയം നായർ സമുദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്നും കോൺഗ്രസ് കൂടെ നിൽക്കുന്നില്ല. പിന്നെ BJPക്ക് അവിടെ നിന്ന് വോട്ട് കിട്ടുന്നത്. Debate with MV Nikesh Kumar.